ഇടിയും കുത്തും ഒക്കെ. പിന്നെ ക്ലാസ് കട്ടിയിലൊക്കെ ആയിട്ട് ഇവിടെ ശരിയാവാണ്ടായപ്പോൾ ഫാദർ എന്നെ ബോംബെയിൽ എൻ്റെ ഒരു അകന്ന ബന്ധുണ്ട്, ഒരു അങ്കിള്. ആളുടെ ഒരു ഹോട്ടലുണ്ട്, ലോഡ്ജ്. അവിടെ കൊണ്ടാക്കി ബോംബെക്കൊന്ന് കാണാനും ഒരു ചേഞ്ചൊക്കെ വരാനും. അങ്ങനെ അങ്കിളാണെങ്കിൽ ഇന്നിപ്പോൾ ദാവൂദ് ഇബ്രാഹിമാണ് അണ്ടർവേൾഡ്. അന്ന് ഹാജി മസ്താനായിരുന്നു അണ്ടർവേൾഡ്. പുള്ളിയുടെയൊക്കെ ഒരു ലെഫ്റ്റ് ഹാൻഡ് പോലത്തെ ഒരാളായിരുന്നു. അപ്പോൾ ബോംബെ കണ്ടു, അധോലോകം കണ്ടു, അങ്ങനെയൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവിടെ അങ്കിളിൻ്റെ ഒരു ഏരിയയിൽ സ്ട്രീറ്റിൽ ഞങ്ങൾ പോകുമ്പോൾ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായി, അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ട്. അത് അന്നൊക്കെ ഇങ്ങനെ ഈ ചേരികൾ അത് ഇതൊക്കെ ഉണ്ടല്ലോ, പല വിഷയങ്ങളും. അപ്പോൾ ഞാൻ 2 പേരെ ഒറ്റയ്ക്ക് ഇടിച്ചു വീഴ്ത്തി. അത് കണ്ടിട്ട് അന്ന് അവിടുത്തെ ഏരിയ, ഈ അണ്ടർവേൾഡിൻ്റെ ഒരു ഏരിയകളുണ്ടല്ലോ, ലോക്കൽ, അവിടുത്തെ ഒരു ഹെഡ് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും എനിക്കൊരു ഇൻവിറ്റേഷൻ തരികയും ചെയ്തു. അവരുടെ ഒരു ചെറിയ ടീമിൻ്റെ ഒരു ലീഡറാക്കി മാറ്റാമെന്നും ദിവസേന 1000 രൂപ, അന്നത്തെ 1000 രൂപ ഇന്നത്തെ 1 ലക്ഷമാണ്. ദിവസവും 1000 രൂപയും ഒരു തോക്കും കൂടെ 6 പേരും. വേറെ ഒന്നല്ല, ഡെയിലി പോയി കൊല്ലുക, കൊട്ടേഷൻ എടുക്കുക. അന്ന് അങ്ങനെയാണ് ബോംബെ, ഒരു 30-35 വർഷം മുമ്പ്. ഇന്നത്തെ പോലെയല്ല, ഗുണ്ടായുസമാണ്. അന്ന് കേരളത്തിലും ഗുണ്ടായുസമുള്ള കാലമാണ്. അപ്പോൾ എനിക്കിഷ്ടമായി, ഞാൻ തയ്യാറായി. കാരണം അന്ന് ഈ സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് സിനിമയിലെ പോലെ ഒരു ഡോൺ ആവണം, അണ്ടർവേൾഡ് ആവണം, ആക്ഷൻ, ഇതൊക്കെ വലിയ